രണ്ട് പേരുകൾ ഞാൻ പറയാം. ഒന്ന് ജോനാഥൻ എഡ്വാർഡ് എന്ന മനുഷ്യനാണ്. ജോനാഥൻ എഡ്വാർഡ് എന്ന മനുഷ്യൻ 7-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. 7-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരാളാണ് ജോനാഥൻ എഡ്വാർഡ്. അവന്റെ കുടുംബത്തെക്കുറിച്ചും പിന്നീട് വന്ന തലമുറകളെക്കുറിച്ചും പഠിത്തം നടത്തിയപ്പോൾ 729 പേരെ, പിന്നീട് ജോനാഥൻ എഡ്വാർഡിന് ശേഷം വന്ന തലമുറകൾ അങ്ങനെ 729 പേരെ ആ കുടുംബത്തിൽപ്പെട്ടവരെ കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോ ആ കൂട്ടത്തിൽ 729 പേരിൽ 300 പേരോളം സുവിശേഷ രംഗത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷകരായി മാറി. അതിൽ തന്നെ 65 പേര് കോളേജിലെ വലിയ പ്രൊഫസേഴ്സായി മാറി. ആ US ഗവൺമെന്റിലെ പല ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥരായി നിരവധി തലമുറകൾ മാറി. അവരെ കുറിച്ച് നല്ല സാക്ഷ്യം വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി മറ്റൊരു മനുഷ്യൻ മാക്സ് ജൂക്സ് എന്ന് പറയും. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ 1026 തലമുറകളെ പഠിച്ചു. ഈ മാക്സ് എന്ന വ്യക്തി ഒരു ക്രിമിനൽ ആയിരുന്നു. ഈ 2 ആളുകളെ പഠിച്ചതിൽ നിന്ന് ആദ്യത്തെ വ്യക്തി ജോനാഥൻ എന്ന വ്യക്തിയുടെ കുടുംബത്തെ പഠിച്ചപ്പോൾ അതിൽ നിന്ന് സമൂഹത്തിന് ഗുണമുള്ള നന്മയുള്ള ഒട്ടേറെ തലമുറകളെ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ സാധിച്ചു. രണ്ടാമത്തെ മാക്സ് എന്ന വ്യക്തിയുടെ ജീവിതം പഠിച്ചപ്പോൾ ആ ഗവൺമെന്റ് ഇപ്രകാരം പറയുന്നു, 1024 തലമുറകളെ പഠിച്ചപ്പോൾ 300 പേരോളം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അതിൽ 100-ലധികം ആളുകൾ വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. പിന്നീടുള്ള തലമുറകളും മോശമായ ജീവിതത്തിലേക്ക് പോയി. ഈ 2 തലമുറകളെ കുറിച്ച് ഇന്ന് ഞാനിത് പറയാൻ കാര്യം, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന വചനപ്രകാരം ഈ വചനം കേൾക്കുമ്പോൾ നമ്മോട് മാത്രമല്ല ദൈവം ഇടപെടുന്നത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് ഈ വചനം നമ്മൾ കേൾക്കുന്നത്.